നമ്മൾ പറഞ്ഞിരുന്നത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന ഫലങ്ങളും ഓരോ പൊതു സ്വഭാവങ്ങളും മറ്റുമാണ്. അപ്പോൾ നമ്മൾ 7 നക്ഷത്രങ്ങളുടെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പൂയം നക്ഷത്രത്തിൻ്റെ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന അവരുടെ പൊതു സ്വഭാവവും ഫലങ്ങളും മറ്റുമാണ്. അപ്പോൾ പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ എപ്പോഴും മനസന്തോഷത്തോടു കൂടിയവരായിരിക്കും. എന്നാൽ കോപ സ്വഭാവം ഇവരിൽ ചിലരിൽ കാണുന്നുണ്ട്. ആകർഷത, സ്വഭാവ നൈർമല്യം എന്നിവയും ഇവരിൽ കാണുന്നു. ധാന്യ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഇവരിൽ മിക്കവർക്കും കണ്ടുവരുന്നുണ്ട്. ഗുരുഭക്തി, ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വിശ്വാസം ഇതൊക്കെ ഇവരിൽ ഉണ്ടാവും. മതം ഏതായാലും സർവശക്തനായ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇവരിൽ മിക്കവാറും പേർ. അതുപോലെ എല്ലാ മതക്കാരിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ അവരെ മാനിക്കുന്നവരായിരിക്കും ഇവർ. എന്ത് കാര്യത്തിലും ആത്മവിശ്വാസം ഇവർക്ക് കൂടുതലുണ്ടാവും. ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും ഇവർക്ക്. എന്ത് കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാവും. ലക്ഷ്യത്തിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോകാൻ ഇവർക്ക് യാതൊരു ഇതും ഉണ്ടാവില്ല. അവർ ആ ലക്ഷ്യത്തിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ പോകും. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാനുള്ള ഒരു മനഃശക്തിയും ഒരു കാര്യങ്ങളും ഇവർക്ക് മിക്കവാർക്കും ഉണ്ടാവും. അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്ന് അതീവ കഷ്ടതകൾ അനുഭവിക്കാനുള്ള യോഗവും ഇവരിൽ ഉണ്ടാകും. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവം ഇവരിൽ ഉണ്ടാവും. ആരായാലും വേണ്ടില്ല, അവരെ അതിര് കവിഞ്ഞ് അങ്ങനെ വിശ്വസിക്കുക. മറ്റുള്ളവരെ പുറമെ എത്ര നല്ല രീതിയിൽ വിശ്വസിച്ചാലും അകത്തെ മനസ്സിലെ അല്പം അകലം പാലിക്കുന്നത് ഇവരുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. ആത്മവിശ്വാസം കൈമുതലുള്ള ഇവരിൽ ചിലർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാൻ ഇടയുണ്ട്. എന്ത് കാര്യത്തിലും ഇവർ സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരായിരിക്കും. സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായിരിക്കും. അപ്പൊ ആളുകൾ എന്തൊക്കെ ഉപദേശിച്ചാലും അവർക്ക് ഇഷ്ടമുള്ളതേ അവർ ചെയ്യുള്ളൂ. അങ്ങനെ സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. അതിനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. ആരോടെങ്കിലും ശത്രുത വന്നാൽ ജന്മ അവസാനം വരെ ആ ശത്രുത അവര് പുലർത്തിക്കൊണ്ട് പോകും. മറ്റുള്ളവരോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവർക്ക് നൽകുന്ന സഹായ സഹകരണങ്ങളും ഇവർ ആര് തന്നെ ആയാലും, ബന്ധുക്കളായിക്കോട്ടെ, സ്നേഹിതരായിക്കോട്ടെ, മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് ഈ പൂയം നക്ഷത്രമൊക്കെ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കുറച്ച് ആൾക്കാർക്ക് അത് തിരിച്ചു കിട്ടുള്ളൂ. അതീവ വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും അതീവ വിദ്യാഭ്യാസമുള്ളവരെ കമ്പയർ ചെയ്താൽ ഇവർക്ക് അറിവ് കൂടുതലായിരിക്കും. അവരെക്കാളും ഒക്കെ അറിവുണ്ടാവുമല്ലോ. ചെറുപ്പകാലത്ത് കഷ്ടതകൾ കൂടുതലായിരിക്കും. കുടുംബ സ്വത്തുക്കൾ ഇവർക്ക് കൂടുതലായി ലഭിക്കാൻ സാധ്യതയില്ല. ഇവർ ആഹാര കാര്യങ്ങളിൽ അതീവ താല്പര്യം ഉള്ളവരാകും. ചിലർ അധ്വാനശീലരായി കാണുന്നില്ല. ചിലരിൽ അധ്വാനശീലം ഉണ്ടാവും. മിക്കവാറും ആൾക്കാർ അധ്വാനശീലം ഉള്ളവരായിരിക്കും. പക്ഷെ ചിലരിൽ അത് കാണുന്നില്ല. യാത്രകളിൽ താല്പര്യമുള്ളവരായിരിക്കും. ഇവർക്ക് ആരുമായും പെട്ടെന്ന് ഇടപെടാൻ സാധിക്കും. എന്നാൽ ഇവരുടെ അഭിപ്രായങ്ങൾക്കും കാര്യങ്ങൾക്കും ആവും അവിടെ മുൻതൂക്കം. ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഇവർക്ക് വന്നു ചേരും. മിക്കവരുടെയും ഈ പൂയം നക്ഷത്ര പുരുഷന്മാരും മിക്കവരുടെയും ജീവിതം, കുടുംബ ജീവിതം ശോഭനമായിരിക്കും. സത്സന്താന യോഗവും ഇവരിൽ കണ്ടുവരുന്നു. ഇവരുടെ ഭാര്യമാരിൽ മിക്കവർക്കും കാര്യപ്രാപ്തി, സ്നേഹം, ബഹുമാനം, വിനയം, അതുപോലെ താഴ്മ, വാക്കുകളിൽ മിതത്വം, അതുപോലെ ഉപദേശിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഉണ്ടാവും. ലൈംഗിക കാര്യങ്ങളിൽ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവും ഇവർക്കുണ്ടായിരിക്കും. പൂയ സ്ത്രീകൾക്ക് ആഭരണങ്ങളിൽ താല്പര്യം കൂടും. ഭയങ്കര പ്രിയമായിരിക്കും ആഭരണങ്ങൾ പെട്ടെന്ന് മാറ്റുക, വേറെ മേടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങൾ. ഇവരില് കാർക്കശ്യ സ്വഭാവക്കാരായിരിക്കും കൂടുതലും. അങ്ങനെ കണ്ടുവരുന്നുണ്ട്. കുടുംബ ബന്ധു ജനങ്ങളുമായി ഇവരിൽ ചിലർ അടുത്തു പെരുമാറി എന്ന് വരില്ല.
വൃത്തി ശുദ്ധി ഈ പൂയം നക്ഷത്ര സ്ത്രീകളിൽ വളരെ കുറവുള്ളതായാണ് അനുഭവപ്പെടുന്നത്. ലൈംഗിക കാര്യങ്ങളിൽ പൂയം നക്ഷത്ര സ്ത്രീകൾ മിക്കവാറും പേർ താല്പര്യം കൂടുതലുള്ളവരായിരിക്കും. കുടുംബ ജീവിത സൗഖ്യം ഇവർക്കുണ്ടാകും, സന്താന ഗുണവും ഉണ്ടാവും. സന്താനങ്ങളിൽ നിന്ന് പൂയം നക്ഷത്ര സ്ത്രീകൾ സന്താനങ്ങളിൽ നിന്ന് ഭയങ്കര ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ജനസേവന രംഗം, ബാങ്കിങ് ജോലികൾ, അതുപോലെ വിദേശ ജോലി, കപ്പലിലുള്ള ജോലികൾ, അധ്യാപനം, അതുപോലെ തന്നെ കൃഷി സംബന്ധ കാര്യങ്ങൾ, ലേഡീസ് സ്റ്റോർ, ലോട്ടറി ഏജൻസി, ഹോട്ടല് തുടങ്ങിയ രംഗങ്ങളിൽ വളരെയധികം ഇവർ ശോഭിക്കും. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് അങ്ങനെ, പൂയം നക്ഷത്രക്കാർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടരെ ഉണ്ടാകുന്ന ജലദോഷം, പനി, മഞ്ഞപ്പിത്തം, മുഖരോഗങ്ങൾ, ഉദര സംബന്ധ രോഗങ്ങൾ, ദന്തരോഗം, ചുമ, സ്തനരോഗങ്ങൾ, ആർത്തവദൂഷ്യം, ഗർഭാശയ രോഗങ്ങൾ തുടങ്ങിയവയിൽ ചിലത് ഇവർക്ക് വന്നു പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതു സ്വഭാവവും ഫലങ്ങളും മറ്റും. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.